ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ UDF കൺവീനർ അടൂർ പ്രകാശിനെ ഉടൻ ചോദ്യം ചെയ്യാനാണ് SITയുടെ നീക്കം. നോട്ടീസ് നൽകിയാവും അടൂർ പ്രകാശിനെ വിളിപ്പിക്കുക. അതിനിടെ അന്വേഷണ സംഘത്തിൽ പുതിയതായി ഉൾപ്പെടുത്തിയ 2 ഉദ്യോഗസ്ഥർ CPI ബന്ധമുള്ളവരെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം ചർച്ച ചെയ്യപ്പെടുന്നു. സലീം മാലിക് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേർന്നു. സലീം, ഗുഡ് മോർണിംഗ്, ഹാപ്പി ന്യൂ ഇയർ. ഇന്നലെ സലീമെ പൊളിച്ചതിന് ശേഷം രാവിലെ എഴുന്നേക്കാൻ പറ്റിയല്ലോ, നല്ല കാര്യം. നമ്മുടെ ആർമി എങ്ങനെയായിരിക്കണം? യെസ്, പറയും. ഗുഡ് മോർണിംഗ്, ഹാപ്പി ന്യൂ ഇയർ. നമ്മൾ ഇന്നലെ രാത്രി അടിച്ചു പൊളിച്ചു. അതിനുശേഷം രാവിലെ വീണ്ടും വാർത്താ തിരക്കുകളിലേക്ക് സജീവമാവുകയാണ്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നാണ് ഈ ശബരിമല സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം. അതിൽ നിലവിൽ അന്വേഷണത്തിന്റെ അവസാന ലാപ്പിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രധാനികളെ, മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ഉൾപ്പെടെ ചോദ്യം ചെയ്തിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ UDF കൺവീനർ അടൂർ പ്രകാശിനെയും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. അന്വേഷണ സംഘം പ്രധാനമായും ചോദിച്ചറിയാൻ ശ്രമിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം സോണിയാഗാന്ധിയെ കാണാൻ പോയത് എന്തിനാണ്, സോണിയാഗാന്ധിക്കൊപ്പം വരെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എത്തിക്കാൻ തക്ക ബന്ധം എന്താണ് അടൂർ പ്രകാശിനുള്ളത്, എന്നു മുതലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെട്ടതെന്ന് തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തത വരുത്തുകയാണ് അന്വേഷണ സംഘത്തിന്റെ നിലവിലെ ലക്ഷ്യം. അതിനുശേഷം മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഈ ചോദ്യം ചെയ്യലിന് ശേഷം വീണ്ടും സംശയങ്ങളുണ്ടെങ്കിൽ ഈ കേസിൽ അറസ്റ്റിലായ പ്രതികളെ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്തതിന് ശേഷം വീണ്ടും വിളിപ്പിക്കാനും അന്വേഷണ സംഘം ആലോചിക്കുന്നുണ്ട്. എന്തായാലും എപ്പോഴാവും അടൂർ പ്രകാശിനെ വിളിക്കുക എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും അന്വേഷണ സംഘം ഒരു കൃത്യമായ മറുപടി നൽകിയിട്ടില്ല. അടൂർ പ്രകാശിനും ഇതുവരെ നോട്ടീസ് ലഭിച്ചിട്ടില്ല. നോട്ടീസ് നൽകി വിളിപ്പിക്കാനാണ് നിലവിലെ നീക്കം. ഒപ്പം തന്നെ കടകംപള്ളി സുരേന്ദ്രനെയും, മുൻ ദേവസ്വം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനെയും വീണ്ടും വിളിപ്പിക്കാൻ അന്വേഷണ സംഘം ആലോചിക്കുന്നുണ്ട്. അതും ഈ അടുത്ത ഘട്ടത്തിൽ എന്നുള്ളതാണ്. അതായത് നിലവിൽ കിട്ടിയ ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് കൂടി ഉത്തരം ലഭിക്കുക എന്നതിനാകും കടകംപള്ളി സുരേന്ദ്രനെയും വിളിപ്പിക്കുക. നിലവിൽ ഈ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉൾപ്പെടെ നിലവിൽ ഇവരിൽ നിന്നൊക്കെ അറിഞ്ഞ വിവരങ്ങൾ ഒരിക്കൽ കൂടി ചോദിച്ചിട്ടുണ്ട്. പങ്കജ് ഭണ്ഡാരി ഉൾപ്പെടെയുള്ള ആളുകളിൽ നിന്നും കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിക്കുന്നുണ്ട്. അതിനിടയിൽ ഈ ഡി മണി എന്നൊരു കഥാപാത്രം ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു പ്രവാസി വ്യവസായി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇതിലേക്ക് വന്നിരുന്നു. ഡി മണി, ബാലമുരുകൻ, ശ്രീകൃഷ്ണൻ എന്നീ 3 പേരെ ഈ കേസിലേക്ക് പ്രതികളാക്കാനുള്ള തെളിവുകൾ ഇതുവരെയും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. പ്രവാസി വ്യവസായിയുടെ മൊഴിക്കപ്പുറത്തേക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഈ 3 പേരെയും കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക്, ഇഞ്ചക്കലിലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് നേരിട്ട് വിളിപ്പിച്ച് മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിരുന്നു. ആ ചോദ്യം ചെയ്യലിലും വ്യക്തമായി ഇവരെ പ്രതിയാക്കാനുള്ള ഒരു ഉത്തരം ലഭിച്ചിട്ടില്ല. ഒപ്പം അന്വേഷണ സംഘത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി ഇതുവരെയും ഈ തൊണ്ടി മുതൽ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ആലോചനകളിലേക്കും അന്വേഷണ സംഘം കടന്നിട്ടുണ്ട്. എന്തായാലും 2 ആഴ്ചയിലധികം മാത്രമാണ് ഇനി കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ കാലാവധി ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് നിലവിലുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.